നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാറ്റിൽ തകർന്നത് ലത്തീഫിന്റെ സ്വപ്നങ്ങൾ. പുഞ്ചാവിയിൽ വീട് പൂർണ്ണമായും തകർന്നു. ക്ഷേമനിധി സംഖ്യ ഉയർത്തണമെന്ന ആവശ്യം. കേരള അഡ്വക്കേറ്റ് ക്ലർക്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന് സമാപനം. സുമനസ്സുകൾ കനിഞ്ഞാൽ ജാനകിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാം. ഇരുവൃക്കകളും തകരാറിലായ നിർധന യുവതി സഹായം തേടുന്നു. ബേക്കൽ ഉപജില്ലാ സ്കൂൾ കലോത്സവം ഡിസംബർ 3 മുതൽ പുല്ലൂരിൽ നടക്കും. സംഘാടക സമിതി യോഗം നടന്നു. ഇൻസ്പയർ അവാർഡ് ജേതാവ് വൈഷ്ണയ്ക്ക് നാടിന്റെ ആദരം. അച്ചാന്തുരുത്തി രാജാസ് AUP സ്കൂളിൽ സ്വീകരണം. തരിശിട്ട 10 ഏക്കർ വയലിൽ പൊൻകതിർ വിളയിച്ച് കുടുംബശ്രീ കൂട്ടായ്മ. ആഹ്ലാദത്തിന്റെ നിറവിൽ കൊയ്ത്തുത്സവം. വാർത്തകൾ വിശദമായി. കാറ്റിൽ വീട് തകർന്നു. കുടുംബം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പുഞ്ചാവിയിലെ മത്സ്യത്തൊഴിലാളി ലത്തീഫിന്റെ വീടാണ് തകർന്നത്. ചൊവ്വാഴ്ച പുലർച്ചെയുണ്ടായ കാറ്റിൽ പുഞ്ചാവിയിലെ ലത്തീഫിന്റെ വീട് തകർന്ന് വീഴുകയായിരുന്നു. തത്സമയം വീടിനകത്തുണ്ടായിരുന്ന ലത്തീഫിന്റെ ഭാര്യ ഷമീമയും പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു. മേൽക്കൂരയും ചുമരും തകർന്ന നിലയിലാണ്. ആകെയുണ്ടായിരുന്ന സമ്പാദ്യമാണ് ലത്തീഫിന് നഷ്ടമായത്. കാറ്റ് വരുന്ന സമയത്ത് പെട്ടെന്ന് ശബ്ദം കേട്ട് ആ സമയത്തെല്ലാം പൊട്ടി വന്ന് 3 റൂം ഫുള്ളായിട്ട് തകർന്നുപോയി. ഏകദേശം ഓടും കാര്യങ്ങളെല്ലാം പെട്ടെന്നാണ് വീണത്. കാരണം നമ്മൾ ഒരു 100 വ്യത്യാസത്തിലാണ് രക്ഷപ്പെട്ടത്. പെട്ടെന്ന് അകത്തേക്ക് പോയ സമയത്ത് ഒരു ശബ്ദം കേട്ട് അതുകൊണ്ട് നമ്മൾ റൂമിലേക്ക് പോയി ചെന്ന കാരണമാണ് രക്ഷപ്പെടാൻ കാരണം. ഏകദേശം ഒരു 1.5 ലക്ഷം രൂപ നഷ്ടമുണ്ടാവും. ഓടും മരവും എല്ലാം മൊത്തം ബാക്ക് സൈഡ് മൊത്തം തകർന്നു. ഇടത്തെ സൈഡ് റൂം, ഇടത്തെ സൈഡ് റൂം, ബാക്ക് ടേബിൾ, അടുക്കള ഭാഗം മൊത്തം തകർന്നിട്ടില്ല. കാഞ്ഞങ്ങാട് നഗരസഭാ കൗൺസിലർ നജുമ, പ്രദീപ് മരക്കാപ്പ് കടപ്പുറം, അസൈനാർ കല്ലൂരാവി തുടങ്ങിയവർ സന്ദർശിച്ചു. ക്ഷേമനിധി സംഖ്യ 3 ലക്ഷമായി വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം. കേരള അഡ്വക്കേറ്റ് ക്ലർക്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന് സമാപനം. സേവന വേതന വ്യവസ്ഥകൾ ഉൾക്കൊള്ളിച്ച് കേരള അഡ്വക്കേറ്റ് ക്ലർക്സ് ആക്ടിന് രൂപം നൽകണമെന്ന് കേരള അഡ്വക്കേറ്റ് ക്ലർക്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. സമ്മേളനം E. ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. സംഘടനയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും അതിലെ അംഗങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമെല്ലാം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത് തീർച്ചയായും നിങ്ങൾ നിവേദന രൂപത്തിലൊക്കെ നൽകിയാൽ ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്താൻ ആവശ്യമായ നടപടി സ്വീകരിക്കാമെന്നാണ് എനിക്ക് ആമുഖമായി പറയാനുള്ളത്. അതല്ലാതെ ഈ സമ്മേളനത്തിൽ കുറച്ചു നേരം ഇരുന്ന് ഇവിടെ നടക്കുന്ന ചർച്ചയെ ഉൾക്കൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ വരാനിരിക്കുന്ന നാളുകളിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ എന്ന് നോക്കാനുള്ള സമയമില്ലായ്മ അതിന് ഒരു കാരണമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട വല്ല വിഷയങ്ങളും പറഞ്ഞാൽ, ഇപ്പോൾ പ്രത്യേകിച്ച് അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ക്ഷേമനിധി നേരത്തെ ഇല്ലാതിരുന്നതാണ്. ക്ഷേമനിധി ഉണ്ട്, 2.5 ലക്ഷമാണ്, 3 ലക്ഷമാക്കണമെന്ന ആവശ്യമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി PP രാഘവൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പ്രസിഡന്റ് A. ഗണേശൻ അധ്യക്ഷനായി. PK സതീശൻ, K. മഹാലിംഗഭട്ട്, K. അനിൽകുമാർ, V. രഘു, PV പ്രഭാകരൻ, K. ഗംഗാധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി C. രവി സ്വാഗതവും VM ജയദേവൻ നന്ദിയും പറഞ്ഞു. ബേക്കൽ ഉപജില്ലാ കലോത്സവം ഡിസംബർ 3 മുതൽ 6 വരെ തീയതികളിൽ നടക്കും. സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു. ബേക്കൽ ഉപജില്ലാ സ്കൂൾ കലോത്സവം ഡിസംബർ 3, 4, 5, 6 തീയതികളിൽ പുല്ലൂർ ഗവൺമെന്റ് UP സ്കൂളിൽ വെച്ച് നടക്കും. സംഘാടക സമിതി രൂപീകരണ യോഗം പുല്ലൂർ ഗവൺമെന്റ് UP സ്കൂളിൽ നടന്നു. 64 വിദ്യാലയങ്ങളിൽ നിന്നായി 3000-ഓളം വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ മാറ്റെടുക്കാനെത്തുന്നത്. പുല്ലൂർ ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം K. കുഞ്ഞിരാമൻ MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടിൽ നിന്ന് പോയിക്കൊണ്ടിരുന്ന എല്ലാ കലകളും ഒന്നിച്ച് അവതരിപ്പിക്കാൻ 2-3 ദിവസം പുറത്തുകൂടി പോകാതെ ഇവിടെ ഇരുന്ന് കാണാൻ കഴിയും. ഭക്ഷണം ഇവിടെ നിന്ന് കിട്ടും. അതുകൊണ്ട് ആരും നാട്ടിൽ വിട്ട് വീട്ടിലേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ ഇവിടെ നിന്ന് കൊടുത്തു പോകും. അപ്പോൾ അങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതിൻ്റെ ബാധ്യതയെക്കുറിച്ചാണ് മാഷോട് പറഞ്ഞത്. ഭൗതിക സാഹചര്യം നമുക്കില്ലാതില്ല. അതിന് MLAയുടെയും MP യുടെയും അതുപോലെ മറ്റ് ജനപ്രതിനിധികളുടെയൊക്കെ സഹായം വേണമെന്നില്ല. MLA MP-ക്കൊന്നും ഈ കലോത്സവം നടത്താനൊരു സഹായം ചെയ്യാൻ പറ്റില്ല. ഞാൻ MLA ഫണ്ടെന്ന് ഞാൻ പറഞ്ഞു. MLA ഫണ്ടെന്നോ MP ഫണ്ടെന്നോ മറ്റു കലോത്സവ പരിപാടി നടത്താനൊരു സഹായം നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ചെയ്യണം എന്ന കാര്യത്തിൽ ന്യായമായ വാദമാണ്.
അതിനിവിടെ MBയുടെ ഫണ്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഈ എൻഡോസൾഫാന്റെ ഫണ്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പഞ്ചായത്ത് പ്രസിഡന്റ് CK രവീന്ദ്രാക്ഷൻ അധ്യക്ഷനായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TV കരിയൻ, വാർഡംഗം വിനോദ് കുമാർ പള്ളൽവീട്, V നാരായണൻ മാസ്റ്റർ, P ഭാർഗവി, M ശൈലജ, PTA വൈസ് പ്രസിഡന്റ് ഗോവിന്ദൻ, മദർ PTA പ്രസിഡന്റ് ഗീത, അഡ്വക്കേറ്റ് MK ബാബുരാജ്, ലേറ്റസ്റ്റ് പത്രാധിപർ അരവിന്ദൻ മാണിക്കോത്ത്, MV നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഹെഡ്മാസ്റ്റർ G ശിവരാജൻ സ്വാഗതം പറഞ്ഞു. സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ പങ്കെടുക്കാൻ നൂറുകണക്കിന് ആളുകളാണ് എത്തിച്ചേർന്നത്. ഇൻസ്പയർ അവാർഡ് നേടിയ PV വൈഷ്ണയ്ക്ക് അച്ചാംതുരുത്തി രാജാസ് AUP സ്കൂളിൽ അനുമോദനം നൽകി. ശാസ്ത്ര ഗവേഷണ രംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഇൻസ്പയർ പുരസ്കാരം നേടിയ വൈഷ്ണ നാടിന്റെ അഭിമാനമായി മാറുകയായിരുന്നു. അച്ചാംതുരുത്തി രാജാസ് AUP സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായ വൈഷ്ണ ഇപ്പോൾ കോട്ടപ്പുറം സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ്. കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ ഇൻസ്പയർ അവാർഡ് നേടിയതിന്റെ ആഹ്ലാദത്തിലാണ് വൈഷ്ണ. തന്റെ അവാർഡ് അറിവ് പകർന്നു തന്ന ഗുരുനാഥന്മാർക്ക് സമർപ്പിക്കുന്നതായി വൈഷ്ണ പറഞ്ഞു. എനിക്ക് ഇതിലെ എല്ലാവിധ സഹായങ്ങളും ചെയ്തു തന്നത് എൻ്റെ ഹെഡ് മാഷും എന്നെ 4ാം ക്ലാസ്സിൽ പഠിപ്പിച്ച പ്രതിഭ മാഷുമാണ്. ഞാൻ ചെയ്തത് സോളാർ പമ്പ് എന്ന പ്രൊജക്റ്റാണ്. ഇത് നമ്മുടെ വീട്ടിലേക്ക് വൈദ്യുതി ഇല്ലാതെ എങ്ങനെ വെള്ളം പമ്പ് ചെയ്യാമെന്ന ഒരു പ്രവർത്തനമാണ് ഇതിൽ ചെയ്തത്. ഇതിന് ഒരുപാട് മേന്മകളുണ്ട്. നമുക്ക് വൈദ്യുതി ആവശ്യമായി വരുന്നില്ല, മാനുഷിക അധ്വാനമില്ല, വളരെയധികം ചെലവുകളും ഒന്നും ഈ പ്രൊജക്റ്റിന് നേരിടേണ്ടി വരുന്നില്ല. ഈ പ്രൊജക്റ്റ് നമ്മുടെ വീട്ടിൽ വളരെ വിജയകരമാണ്. ദേശീയ തലത്തിലുള്ള പുരസ്കാരം നേടിയ വൈഷ്ണയെ അച്ചാന്തുരുത്തി സ്കൂൾ PTA അനുമോദിച്ചു. P കരുണാകരൻ MP അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു. സൗകര്യങ്ങൾ കുറയുകയും ചെയ്ത സാഹചര്യത്തിൽ PTAയുടെയും അധ്യാപകരുടെയും സഹായത്തോടെയാണ് ഇതിന് മാറ്റം വരുത്താൻ കഴിയും. ഗവൺമെന്റ് സ്കൂളാണെങ്കിൽ നമുക്ക് ഒട്ടേറെ കാര്യങ്ങൾ പ്രഖ്യാപനം നടത്താൻ കഴിയുകയും, പക്ഷെ സ്വകാര്യ സ്കൂളാകുമ്പോൾ അങ്ങനെയുള്ള ഒരു പ്രഖ്യാപനത്തിന് പരിമിതിയും MP ഫണ്ടായാലും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളായാലും. പക്ഷേ ഗവൺമെന്റ് സ്കൂളായാലും പ്രൈവറ്റ് സ്കൂളായാലും പഠിക്കുന്നത് നമ്മുടെ കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ മാനസികവും കായികവുമായിട്ടുള്ള വളർച്ച വളരെ പ്രധാനപ്പെട്ടതാണ്. ചെറുവത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് C കാർത്തിയായിനി അധ്യക്ഷയായി. AV വിനോദ് കുമാർ, PV കൃഷ്ണകുമാർ, KP പ്രകാശ് കുമാർ, K ഷൈനി, മുനമ്പത്ത് ഗോവിന്ദൻ, മലപ്പിൽ സുകുമാരൻ, TV കണ്ണൻ, V നാരായണൻ, KV പ്രകാശൻ, PV രതി തുടങ്ങിയവർ സംസാരിച്ചു. ഹെഡ്മാസ്റ്റർ PV സുരേഷ് സ്വാഗതവും M ചന്ദ്രൻ നന്ദിയും പറഞ്ഞു. അന്ധവിശ്വാസ ചൂഷണത്തിനെതിരെ നിയമനിർമ്മാണം ആവശ്യപ്പെട്ട് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ക്യാമ്പയിൻ തുടങ്ങുന്നു. 22-ന് ഹോസ്ദുർഗ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ കൺവെൻഷൻ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. അന്ധവിശ്വാസ ചൂഷണത്തിനെതിരെ വ്യാപകമായ ക്യാമ്പയിൻ പ്രവർത്തനം നടത്താനാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ തീരുമാനം. നിയമനിർമ്മാണത്തിനായി ഒപ്പുശേഖരണം നടത്തുവാനും ജില്ലാ സയൻസ് സ്കൂൾ സംഘടിപ്പിക്കാനും തീരുമാനമുണ്ട്. പ്രകൃതി, ശാസ്ത്രം, ജീവിതം എന്നീ വിഷയങ്ങളിൽ സംവാദ സദസ്സും പ്രഭാഷണങ്ങളും കവലായോഗങ്ങളും നടത്താനും തീരുമാനമുണ്ട്. പക്ഷേ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മാത്രമല്ല, കേരളത്തിനകത്തെ പുരോഗമന പ്രസ്ഥാനങ്ങളും ഒക്കെ നവോത്ഥാന പ്രസ്ഥാനത്തിന് തുടർച്ച എന്നോണം കേരളത്തിനകത്ത് കഴിഞ്ഞ 50 വർഷക്കാലമായി ഇത്തരം അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും യുക്തിരാഹിത്യത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന കാര്യം നമുക്കറിയാം. അപ്പം ജനകീയ ശാസ്ത്ര പ്രസ്ഥാനം എന്ന രീതിയിൽ പരിഷത്തും അതോടൊപ്പം തന്നെ കേരളത്തിലെ വൈവിധ്യങ്ങളാർന്ന നിരവധി സംഘടനകളൊക്കെ പല തലങ്ങളിൽ പ്രവർത്തിച്ചിട്ടും നാം ഇവിടെ എത്തി നിൽക്കുന്നു എന്ന കാര്യം ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ നിരവധി അനാചാരങ്ങൾ നിലനിൽക്കുന്നു. അതിൻ്റെ പേരിൽ അടുത്ത കാലത്ത് 2 or 3 സ്ത്രീകൾ കൊല്ലപ്പെടുന്നു ഒക്കെ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാളിതുവരെ ചെയ്തിരിക്കുന്ന പ്രവർത്തനത്തെ ആ അളവിൽ പോരാ, അതിനേക്കാൾ കൂടിയ അളവിൽ ഏറ്റെടുക്കേണ്ട ഒരു കാലമാണ് എന്നാണ് 51ാം വാർഷികം വിലയിരുത്തിയത്. 22 നടക്കുന്ന ജില്ലാ കൺവെൻഷൻ വിജയിപ്പിക്കണമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അഭ്യർത്ഥിച്ചു. ജില്ലാ സെക്രട്ടറി പ്രദീപ് കൊടക്കാട്, പ്രൊഫസർ M ഗോപാലൻ, AM ബാലകൃഷ്ണൻ, VV ശാന്ത, VT കാർത്തിയാനി തുടങ്ങിയവർ സംബന്ധിച്ചു. അശ്വിന്റെ കണ്ണീരൊപ്പാൻ ജാനകിക്ക് ചികിത്സ കിട്ടണം. ഇരുവൃക്കകളും തകരാറിലായ നിർധന യുവതി സഹായം തേടുന്നു. കളിചിരികൾ മാറാത്ത അശ്വിൻ കാത്തിരിക്കുകയാണ് രോഗക്കിടക്കയിലായ തന്റെ അമ്മ തിരിച്ചു വരുന്നതും കാത്ത്. കോടമ്പേളൂർ പഞ്ചായത്തിലെ ഉദയപുരം പണാങ്കോട്ട് കോളനിയിലെ ജാനകി ഇരുവൃക്കകളും തകരാറിലായി ചികിത്സയിലായി നാളുകളായി. കൂലിത്തൊഴിലാളിയായ ഭർത്താവ് രാമന്റെ വരുമാനം മാത്രമാണ് ഈ കുടുംബത്തിനുള്ള ഏക ആശ്രയം. ദുരിതപൂർണമായ ജീവിത ചുറ്റുപാടുകളിൽ കഴിയുന്ന ജാനകിക്ക് സുമനസുകൾ സഹായിച്ചാൽ മാത്രമേ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുകയുള്ളൂ. വിവാഹം കഴിഞ്ഞ് നല്ല ജീവിതത്തിന്റെ ദിവസങ്ങൾ കഴിയും മുമ്പ് രോഗാവസ്ഥയിലായ ജാനകിയുടെ രോഗാവസ്ഥ മാറണമെങ്കിൽ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കേണ്ടി വരും.
കോടമ്പേളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ വേണുഗോപാൽ ചെയർപേഴ്സണായി ചികിത്സാ സഹായം സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ജാനകിക്ക് നല്ല മനസ്സുകൾ സഹായങ്ങൾ നൽകുമെന്നാണ് പ്രതീക്ഷ. ഒടയഞ്ചാൽ ഓവർസീസ് ബാങ്ക് ശാഖയിൽ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. സഹായങ്ങൾ ലഭ്യമാക്കാൻ ആഗ്രഹിക്കുന്നവർ 9455326850 എന്ന നമ്പറിൽ ബന്ധപ്പെടുവാൻ താൽപര്യപ്പെടുന്നു. ഒത്തുചേർന്ന് കൃഷിയിറക്കി കൂട്ടായ്മയിൽ കൊയ്ത്തുത്സവം നടത്തി ഹരിപുരം വാർഡിലെ കുടുംബശ്രീകൾ. ഒരു തുണ്ട് ഭൂമി പോലും തരിശിടാതെ ലഭ്യമായ സ്ഥലത്തെല്ലാം കൃഷിയിറക്കി വിജയം കൊയ്യുകയാണ് പുല്ലൂർ പെരിയയിലെ 11ാം വാർഡിലെ 5 കുടുംബശ്രീകളുടെ കൂട്ടായ്മ. മധുരമ്പാടിയിലെ മധുരിമ, വരദ, സൗഭാഗ്യ, വിഷ്ണുമംഗലത്തെ വിഷ്ണു, ശ്രീവിഷ്ണു കുടുംബശ്രീകളുടെ നേതൃത്വത്തിലാണ് നെൽകൃഷി ഇറക്കിയത്. മുൻവർഷം 2 ഏക്കറിൽ ഉണ്ടായിരുന്നത് ഇത്തവണ 10 ഏക്കറിലായി വ്യാപിപ്പിക്കുകയായിരുന്നു. വിവിധ കുടുംബശ്രീകളിലെ 30ഓളം പേർ ഒത്തുചേർന്നാണ് കൃഷി ഇറക്കിയത്. കൃഷിയുടെ തുടക്കത്തിൽ നിലമൊരുക്കാൻ മഴ ലഭിക്കാതെ വന്നപ്പോൾ പരിസരവാസികളാണ് ഇവർക്ക് കൃഷിക്കാവശ്യമായ വെള്ളവുമായി രംഗത്ത് വന്നത്. മോട്ടോർ വഴി ആവശ്യത്തിന് വെള്ളം നൽകുകയുണ്ടായിരുന്നു. തികച്ചും ജൈവരീതിയിൽ ഇറക്കിയ നെൽകൃഷിയിൽ കൊയ്ത്ത് കഴിഞ്ഞപ്പോൾ 10 നിറയെ നെല്ല് ലഭിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് കുടുംബശ്രീ പ്രവർത്തകർ. 30 പേരും ഒത്തുചേർന്ന കൊയ്ത്ത് നാടിന് ഉത്സവമായി. പഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ 11ാം വാർഡിൽ 5 കുടുംബശ്രീ JLGയുടെ നേതൃത്വത്തിൽ മാതൃകാപരമായിട്ടുള്ള ഒരു കാർഷിക വൃത്തിയാണ്, അതിൻ്റെ ഒരു കൊയ്ത്തുത്സവമാണ് നമ്മളിന്ന് സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാം, നെൽകൃഷിയിൽ നിന്നും നമ്മുടെ കൃഷിക്കാർ, പാരമ്പര്യ കൃഷിക്കാരെല്ലാം പുറംതിരിഞ്ഞു നിൽക്കുകയും നമ്മുടെ നെൽപ്പാടങ്ങളൊക്കെ തരിശായി കിടക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇതൊരു വെല്ലുവിളി പോലെ സ്വീകരിച്ചുകൊണ്ട്, ഒരു പ്രാർത്ഥന പോലെ സ്വീകരിച്ചുകൊണ്ട് ഈ കൃഷിയിൽ ഇപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അമ്മമാരും സഹോദരിമാരും നമ്മുടെ നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജീവനാഡിയായി മാറിയിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ നമുക്കറിയാം, ഇതിനകത്ത് നെൽകൃഷി ചെയ്താലുണ്ടാകുന്ന നഷ്ടങ്ങളും ലാഭങ്ങളുടെ കണക്ക് നമുക്ക് കൃത്യമായിട്ട് അറിയാം. എങ്കിലും അതൊന്നും നഷ്ടത്തിൻ്റെയോ ലാഭത്തിൻ്റെയോ കണക്ക് നോക്കാതെ പാരമ്പര്യമായിട്ട് നമ്മൾ ചെയ്തു വരുന്ന ഒരു പ്രവൃത്തി എന്ന നിലയിൽ നമ്മുടെ നാടിൻ്റെ നിലനിൽപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നെൽകൃഷി എന്ന് പറയുന്നത്. വാർഡംഗം വി നാരായണൻ മാസ്റ്റർ അധ്യക്ഷനായി. CDS ചെയർപേഴ്സൺ P രാജേശ്വരി, CDS അംഗം ശ്രീജ, CDS അംഗം തങ്കമണി തുടങ്ങിയവർ നേതൃത്വം നൽകി. വ്യാപാരി കുടുംബക്ഷേമ പദ്ധതിയുടെ സഹായം വിതരണം ചെയ്തു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി അജാനൂർ യൂണിറ്റ് സംഘടിപ്പിച്ച പരിപാടിയിലാണ് ധനസഹായം നൽകിയത്. വ്യാപാരി കുടുംബക്ഷേമ പദ്ധതിയിൽ അംഗമായിരുന്ന നോർത്ത് കോട്ടച്ചേരിയിലെ KV കുമാരന്റെ മരണാനന്തര സഹായമാണ് വിതരണം ചെയ്തത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി അജാനൂർ യൂണിറ്റ് സംഘടിപ്പിച്ച പരിപാടിയിൽ ജില്ലാ പ്രസിഡന്റ് അഹമ്മദ് ഷെരീഫ് വിതരണം ചെയ്തു. കൂളിക്കാട് അബ്ദുള്ള ഹാജി അധ്യക്ഷനായി. ജോസ് തയ്യിൽ, C യൂസഫ് ഹാജി, മാഹിൻ കോളിക്കര, പ്രണവം അശോകൻ, മുനീർ ബിസ്മില്ല തുടങ്ങിയവർ സംസാരിച്ചു. കൂളിക്കാട് കുഞ്ഞബ്ദുള്ള ഹാജി അധ്യക്ഷനായി. യൂണിറ്റ് പ്രസിഡന്റ് നാസർ സ്വാഗതവും ഖാദർ ഹാജി നന്ദിയും പറഞ്ഞു. പൊതുവിതരണ ശൃംഖല ഭക്ഷ്യസുരക്ഷാ ആക്ടിന്റെ പരിധിയിലാക്കി കാഞ്ഞങ്ങാട് ബോധവൽക്കരണ ശില്പശാല നടന്നു. കേരളത്തിലെ പൊതുവിതരണ സംവിധാനം നവംബർ 1 മുതൽ ഭക്ഷ്യസുരക്ഷാ പ്രൊജക്ടിന് കീഴിലാക്കുന്നതിന്റെ ഭാഗമായി ബോധവൽക്കരണ പരിപാടികൾ തുടങ്ങി. നിയമം മൂലം റേഷൻ കാർഡുകളെ പ്രയോറിറ്റി, നോൺ പ്രയോറിറ്റി കാർഡുകളാക്കി മാറ്റുകയുണ്ടായി. ആക്ടിനെ കുറിച്ച് റേഷൻ വ്യാപാരികളെ ബോധവൽക്കരിക്കുന്നതിന്റെ ഭാഗമായാണ് KSR RDA ഹോസ്ദുർഗ് താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശില്പശാല സംഘടിപ്പിച്ചത്. താലൂക്ക് സപ്ലൈ ഓഫീസർ AM പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഭക്ഷ്യസുരക്ഷാ നിയമം 2010 നടപ്പാക്കുമ്പോൾ അതിന് മുമ്പ് നമ്മുടെ സംസ്ഥാനത്ത് എന്തൊക്കെ നടന്നു എന്നുകൂടി ചിന്തിക്കുന്നത് ഈ സമയത്തുചിതമായിരിക്കും. 1966 ആദ്യമായി നമ്മളെ പൊതുവിതരണം ആരംഭിച്ചത്, അതായത് PDS ആരംഭിച്ചത് 1966. അന്ന് നമ്മൾ കൊണ്ടുവന്നത് ഒരു യൂണിവേഴ്സൽ റേഷൻ സമ്പ്രദായമായിരുന്നു. അതായത് കാർഡുകൾക്ക് തരമില്ല, മറ്റ് വകഭേദങ്ങളൊന്നുമില്ലാതെ കാർഡിൽ ഉൾപ്പെട്ട എല്ലാ അംഗങ്ങൾക്കും, മുതിർന്നവർക്ക് 2ഉം കുട്ടികൾക്ക് 1ഉം എന്ന രീതിയിലുള്ള ഒരു റേഷൻ സംവിധാനമാണ് ആരംഭിച്ചത്. അഡ്വക്കേറ്റ് KP രാജേന്ദ്രൻ, ജില്ലാ പ്രസിഡന്റ് KP തമ്പാൻ, ജില്ലാ സെക്രട്ടറി N ഗോപി തുടങ്ങിയവർ സംസാരിച്ചു. സഹകരണ ജനാധിപത്യ വേദി ജില്ലാ കമ്മിറ്റിയുടെ യോഗം കാസർഗോട്ട് നടന്നു. ജില്ലാ പ്രസിഡന്റ് PC രാമൻ യോഗം ഉദ്ഘാടനം ചെയ്തു. സഹകരണ ജനാധിപത്യ വേദി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രത്യേക യോഗം ചേർന്നത്. ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് PC രാമൻ ഉദ്ഘാടനം ചെയ്തു. K നീലകണ്ഠൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ബാലകൃഷ്ണ വേർക്കുടലു, KN സുരേന്ദ്രൻ നായർ, കടവങ്ങാനം കുഞ്ഞിക്കേടു നായർ, സൈമൺ പല്ലത്തുകുഴി, P നാരായണൻ നമ്പ്യാർ, M കുഞ്ഞമ്പ് നമ്പ്യാർ തുടങ്ങിയവർ സംബന്ധിച്ചു. മൃഗസംരക്ഷണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നിക്ഷേപക സംരംഭക സംഗമം കാസർഗോട്ട് നടന്നു. കാസർഗോഡ് വനിതാ ഭവൻ കോൺഫറൻസ് ഹാളിൽ NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു.
വനിതാ ഭവൻ കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിലെ ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത രണ്ട് അവിഭാജ്യ ഘടകങ്ങളാണ് നമ്മുടെ നാട്ടിലെ കൃഷിക്കാരും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തി കാത്തു സൂക്ഷിക്കുന്ന സൈനികരും. ഈ രണ്ട് വിഭാഗങ്ങളും ഈ രണ്ട് കൂട്ടരും ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ നാട്ടിൽ നിലനിൽപ്പില്ല. നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ട ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത് ആരാണ്? അത് കർഷകരാണ്. ആ കർഷകരില്ലെങ്കിൽ പിന്നെ നമ്മുടെ നാടിന് നിലനിൽപ്പില്ല. അതുപോലെ തന്നെ എന്ത് തന്നെ ഭക്ഷണമുണ്ടായാലും എന്ത് തന്നെ സുഖവും സൗകര്യങ്ങളും നമുക്ക് ഉണ്ടായാലും നമ്മുടെ നാടിന്റെ അതിർത്തി കാക്കാൻ നമുക്ക് സൈനികരില്ലെങ്കിൽ പിന്നെ നമ്മുടെ നാട് നശിക്കുക തന്നെ ചെയ്യും. ചടങ്ങിൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ P. നരേന്ദ്രൻ നായർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുംതാസ് ഷുക്കൂർ, അസിസ്റ്റന്റ് പ്രൊജക്ട് ഓഫീസർ S. രാജലക്ഷ്മി, GK മഹേഷ് തുടങ്ങിയവർ സംസാരിച്ചു. CPIM കൂലോത്തുവളപ്പ് ബ്രാഞ്ച് സമ്മേളനം സമാപിച്ചു. CPIMന്റെ 21ാം പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായിട്ടാണ് ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടക്കുന്നത്. CPIM കൂലോത്തുവളപ്പ് ബ്രാഞ്ച് സമ്മേളനം സമാപിച്ചു. CPM ഏരിയ കമ്മിറ്റി അംഗം P. കൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. KV സുരേന്ദ്രൻ അധ്യക്ഷനായി. P. കുഞ്ഞിരാമൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. M. പ്രമോദ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. CPM ലോക്കൽ കമ്മിറ്റി അംഗം TV രാജേഷ്, CPM ഏരിയ സെക്രട്ടറി M. പൊക്ലൻ, ദേവി രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാറ്റിൽ തകർന്നത് ലത്തീഫിന്റെ സ്വപ്നങ്ങൾ. പുഞ്ചാവിയിൽ വീട് പൂർണ്ണമായും തകർന്നു. ക്ഷേമനിധി സംഖ്യ ഉയർത്തണമെന്ന ആവശ്യം. കേരള അഡ്വക്കേറ്റ് ക്ലർക്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന് സമാപനം. സുമനസ്സുകൾ കനിഞ്ഞാൽ ജാനകിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചുവരാം. ഇരുവൃക്കകളും തകരാറിലായ നിർധന യുവതി സഹായം തേടുന്നു. ബേക്കൽ ഉപജില്ലാ സ്കൂൾ കലോത്സവം ഡിസംബർ 3 മുതൽ പുല്ലൂരിൽ നടക്കും. സംഘാടക സമിതി യോഗം നടന്നു. ഇൻസ്പയർ അവാർഡ് ജേതാവ് വൈഷ്ണയ്ക്ക് നാടിന്റെ ആദരം. അച്ചാന്തുരുത്തി രാജാസ് AUP സ്കൂളിൽ സ്വീകരണം. തരിശിട്ട 10 ഏക്കർ വയലിൽ പൊൻകതിർ വിളയിച്ച് കുടുംബശ്രീ കൂട്ടായ്മ. ആഹ്ലാദത്തിന്റെ നിറവിൽ കൊയ്ത്തുത്സവം. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.